ഹായ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. എൻ്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഡിഷ്. അച്ചാറിലേക്കുള്ള ഫിഷ് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിന് മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1.25 കിലോ ചൂര മീനാണ് എടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്യാൻ പോവാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ ഒരു സൈസിൽ എടുക്കാം. വിനീഗറും ഉപ്പും മുളകും ചേർന്ന് ഒരു അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് എണ്ണ ആവശ്യമാണ്, നല്ലെണ്ണ. 1/2 കിലോ ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. ഫ്രൈ ചെയ്യാനുള്ള അത്രയും ചേർക്കാം. ഇത്രയും മതി. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുക്കാം. എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് ഫിഷ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ബാച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ 2 ബാച്ചായിട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കാം. ഈ ഫ്രൈ ചെയ്യുന്ന ഒപ്പം തന്നെ കുറച്ച് വേപ്പില ചേർക്കാം. അപ്പോൾ ആ ഒരു വേപ്പിലയുടെ ടേസ്റ്റൊക്കെ ഇതിൽ പിടിക്കും. കുറച്ച് മതി. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫിഷ് ഫുള്ള് ഫ്രൈ ആയിട്ട് കാണാം. ഫസ്റ്റ് ബാച്ച് കോരി എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബാച്ച് ഇടാം. എണ്ണയിലേക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ഇടുന്നത്. നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ വേപ്പില ചേർക്കാണ്. സെക്കൻഡ് ബാച്ച് ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്ക് ഇത് കോരി മാറ്റാം. ഈ എണ്ണ തന്നെ മതി നമുക്ക് അച്ചാറിലേക്ക്. കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ടി വരും, പക്ഷെ ഇത് തന്നെ മതിയാവും. അപ്പോൾ അത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. നമ്മൾ റംബൂട്ടാൻ്റെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 8.5 കിലോ അത് ഉണ്ടാക്കി വന്നപ്പോൾ ഒരു 10 കിലോളം ഉണ്ട്. അതിനുശേഷം ഒരു 50 കിലോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 100-150 കിലോളം
റംബൂട്ടാൻ ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോൾ 50 കിലോളം ഉണ്ട്. അത് 5 ബാച്ചായിട്ടാണ് നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ കയ്യിൽ ഉരുളിയുള്ളൂ. അപ്പം 5 പ്രാവശ്യമായിട്ട് മസാല ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് 5 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ 50 കിലോളം 50 ആ ഒരു 60 കിലോ 60 ഉണ്ടാവില്ല, അത്രത്തോളം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പം ഇതൊന്നും ആദ്യം പോസ്റ്റ് ചെയ്യാം, ശേഷം റംബൂട്ടാൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടാം. ഓക്കെ, ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ചേർക്കാം. അപ്പം നമ്മൾ 1/2 ലിറ്റർ എടുത്തതിൽ ഇത്ര എടുത്തിട്ടുള്ളൂ, ഇതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ടില്ല. കുറച്ചും കൂടി ചേർക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് മതിയാവും. വേണമെങ്കിൽ കുറച്ച് ചൂടാക്കി ലാസ്റ്റ് ഒഴിക്കാം, നോക്കിയിട്ട് മതി. എനിക്ക് കൂടുതലും കൈ അളവ് നോക്കിയാലേ പറ്റുള്ളൂ, എന്താണെന്നറിയില്ല, ശീലമായി. ഇതാ എൻ്റെ കയ്യിൽ ഇത്രത്തോളം കടുക് എടുത്തിട്ടുണ്ട്, അപ്പൊ അത് ചേർക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ എല്ലാം കൈ അളവാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് എൻ്റെ കൈപ്പിടി അളവിന്, ഇഞ്ചി കുറച്ച് കുറവാണ് എന്നാലും കൈപ്പിടി അളവ് തന്നെയാണ്, വെളുത്തുള്ളി 1 കൈപ്പിടി അളവ്, 3ഉം ഓരോ കൈപ്പിടി അളവ്. അതിൽ ഇഞ്ചി മാത്രം കുറച്ചൊന്ന് കുറയ്ക്കാം, 1 സ്പൂൺ എങ്ങനെ കുറച്ചിടാം. ഇഞ്ചി അധികം മൂത്ത ഇഞ്ചിയല്ല കേട്ടോ, ചള്ള് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കടിച്ച് തിന്നാനും എളുപ്പമായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ മൂത്തുപോയ ഇഞ്ചി ആണെങ്കിൽ അത് ഇങ്ങനെ സുഖം ഉണ്ടാവില്ല കഴിക്കാൻ. ഇങ്ങനെ കൊത്തി കൊത്തി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതോടൊപ്പം തന്നെ ആ മസാലയുടെ ഒപ്പം തന്നെ അത് കഴിച്ചു പോകാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കുക, അച്ചാറിടുമ്പോൾ ചള്ള് നോക്കിയിട്ട്, അധികം മൂക്കാത്തത് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ആ മസാല എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ നമുക്കത് കഴിക്കാനും പറ്റും. അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഇത് മാറ്റി വയ്ക്കും. കടുക് പൊട്ടി കഴിഞ്ഞു, ഇഞ്ചി ചേർക്കാം, പച്ചമുളക് എല്ലാം ഒരുമിച്ച് ചേർക്കണം, വെളുത്തുള്ളി 3ഉം കൂടി ചേർത്താണ്. പ്രത്യേകിച്ച് അച്ചാറിടുമ്പോൾ വെള്ളം ആവാനും പാടില്ല, കൈ തൊടാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആവും. പ്രത്യേകിച്ച് നോൺ വെജ് ആണ് അച്ചാറെന്ന് വെച്ചാൽ അധികം ഇരിക്കില്ല ഇവിടെ, എവിടെയാണെങ്കിലും അത് അതിനോട് പ്രിയമുള്ളവരുണ്ടാവും. ഫ്ലെയിം കൂട്ടി വെക്കാം. അച്ചാർ എടുക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണയിലെല്ലാം ഉണ്ടാക്കുക. നമുക്കിപ്പോൾ 1-2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം നമുക്ക് വെളിച്ചെണ്ണയിലാക്കാം. അതിൽ കൂടുതൽ ഇരിക്കണമെങ്കിൽ എള്ളെണ്ണ തന്നെയാണ്, നല്ലെണ്ണ തന്നെയാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഫിഷിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് അത് ഫ്രൈ ചെയ്തിരിക്കുന്നത്, നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചൂടാറുന്ന സമയമല്ലേ, 1-2 മണിക്കൂർ, അതിനുള്ളിൽ അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം ഉപ്പ് ഇനി ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അച്ചാർ ഇട്ടപ്പം അറിയില്ല, അതൊന്ന് പിടിച്ചു വരണം. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തേക്ക് നോക്കിയാൽ മതി ഇനി എത്രത്തോളം ചേർക്കണം ചേർക്കേണ്ടാവും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കായാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ കായം വറുത്ത് പൊടിച്ചൊക്കെ ചെയ്യാം. അപ്പം എൻ്റെ കയ്യിൽ കായപ്പൊടിയാണുള്ളത്, ഏത് ബ്രാൻഡ് വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഇത് ഏകദേശം 1 ടീസ്പൂണോളം, ചെറിയ ടീസ്പൂണോളം ഇടാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ ഉലുവ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. ഓക്കെ, ആദ്യമൊക്കെ ഞാൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുക ചെയ്യാം. പക്ഷെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ
കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് വരും. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും കുറെ നമ്മൾ പഠിക്കുക ചെയ്യാം. അങ്ങനെ ഞാൻ കുറേശ്ശെ ഒരു കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്ത പരീക്ഷണങ്ങളാണ്. എങ്ങനെയൊക്കെ നമുക്ക് രുചി കൂട്ടാമെന്നാണ് നോക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ കുറേ വിഭവം ഉണ്ടാക്കാൻ ഇഷ്ടം. ചില സമയങ്ങൾ ഭയങ്കരമായിട്ട് മടി കയറും. അപ്പൊ പിന്നെ ഇങ്ങനെ മടിച്ചിരിക്കും. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഉലുവയും മുളകും ഇഞ്ചിയും എല്ലാം കൂടി ചേർന്നിട്ടേ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലെ വെള്ളത്തിന്റെ കണ്ടന്റ് പോണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഫിഷ് ചേർക്കാൻ. ഇത് പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മളൊരാൾക്ക് കൊടുക്കുന്നത് അങ്ങനെ അറിഞ്ഞ് ചെയ്യണമെന്ന് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ പിന്നെ ഞാൻ ചിലപ്പോൾ മടി പിടിച്ചിങ്ങനെ ഇരിക്കും. ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ എടുക്കാം, ചുമ്മാ വീഡിയോ എടുക്കാം കരുതി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ അച്ചാറ് കഴിക്കുമ്പോൾ ഇതെല്ലാം കടിച്ച് തിന്നാൻ പറ്റണം. അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കി ഞാൻ ക്രഷ് ചെയ്തിട്ട് പറയില്ലേ അങ്ങനെ ഇട്ടിട്ടുള്ളത്. കാണാനും ഭംഗിയാ. നമ്മൾ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ പ്രസന്റ് ചെയ്യണേലും നമ്മൾ അരിയുന്നതിലും ഒക്കെ ശ്രദ്ധിക്കണം. നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അത്രയും സ്നേഹത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കുക. എനിക്ക് അങ്ങനെയാണ്. ചില ബന്ധങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, അതിനേക്കാളും മേലെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അതൊരു ബ്രൗൺ കളറായിട്ട്, ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുളക് പൊടി ചേർക്കാം. ഫ്ലെയിം കുറച്ചിടാം. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്തതിൽ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. പച്ചമുളകിലും അത്യാവശ്യം എരിവുണ്ട്. ഇതാ ടീസ്പൂൺ അളവാണ്. 1, 1.5 ഇത്രയും മതി. നല്ലതുപോലെ മിക്സ് ചെയ്യാം. അധികം ഗ്രേവി ആക്കി കഴിഞ്ഞാലേ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും. കുറച്ച് ഡ്രൈ ആക്കിയിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫ്ലെയിം കുറച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ, പ്രത്യേകിച്ച് പൊടിവർഗ്ഗങ്ങൾ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം. മസാല കരിഞ്ഞാൽ നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെയാവും. എന്നിട്ട് പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല കളർ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വിനീഗർ ചേർക്കാം. സ്പൂൺ അളവിൽ ഞാൻ കാണിച്ചു തരാം. 1, 2 ടേബിൾ സ്പൂൺ ആണ്. 3, 4, 5 ഇത്രയും മതി. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ അത്യാവശ്യം 1 ടേബിൾ സ്പൂൺ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 6 ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട്. വേണമെങ്കിൽ ചേർക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കളർ കേട്ടോ, നല്ല കളറാണ് കണ്ടോ. ഇതിലേക്ക് ഫിഷ് ചേർക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, നമുക്ക് ചോറുണ്ണാൻ അടിപൊളി ടേസ്റ്റാണ്. കാണുന്നവർക്ക് കൊതി വരുന്നുണ്ടോ? നോക്കൂ, അടിപൊളി ടേസ്റ്റില് ചൂണ അല്ലെങ്കിൽ കേര, ചൂര എന്നൊക്കെ പറയും. പിക്കിൾ റെഡി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.
നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളുടെ സ്നേഹം കൂടെ ഇതിലുണ്ടാവും. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഈ വ്യക്തിക്കും ആ ഫുഡ് അവിടെ എത്തിയിട്ടുണ്ടാവും. അഭിപ്രായം വരും. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടും. നല്ല കുക്കിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.